അലറിക്കൊണ്ട് സംസാരിക്കുന്ന 12 വയസ്സുകാരൻ വീട്ടിൽ അലറിക്കൊണ്ടാണ് കുട്ടി സംസാരിക്കുന്നത്. രക്ഷിതാവ് കൗൺസിലിങ്ങിന് വന്നപ്പോൾ കുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. പലരുടെ വീട്ടിലെ ഒരു പരാതിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഈ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളത്. അവരലറുമ്പോൾ നമ്മളൊരു പക്ഷേ അതിനേക്കാൾ ശക്തമായിട്ട് തിരിച്ചലറും. അവർക്ക് അറ്റൻഷൻ കിട്ടുകയാണ്, നെഗറ്റീവ് അറ്റൻഷനാണ്, അവർക്കത് മതി. ഇവരത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത നോ എന്ന വേർഡ് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവില്ല എന്നതാണ്. നമ്മുടെ കുട്ടി സോഫയിലിരുന്ന് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ കുട്ടിയോട് സോഫയിലിരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാലും ആ കുട്ടി അത് അനുസരിക്കില്ല, അത് തന്നെ ചെയ്യും. അതിന് പകരം ഭക്ഷണം കഴിക്കേണ്ടത് ഡൈനിങ് ടേബിളിലാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ കിട്ടുകയാണ് ബ്രെയിനിന്. നമ്മുടെ കുട്ടി അത് ചെയ്യാൻ ശീലമാകും. ഈ അലറി സംസാരിക്കുന്ന കുട്ടിയോട് നമ്മളെപ്പോഴും അവർ ചെയ്ത കൊച്ചു കൊച്ചു നല്ല കാര്യങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ഇന്നലെ അനിയത്തിയോട് ആ ചെയ്തത് നന്നായിട്ട് കേട്ടോ, അവരുടെ ആ കൈ പിടിച്ച് വീഴാൻ പോയത് രക്ഷിച്ചപ്പോൾ എന്തോരം ഇഷ്ടമായി എനിക്ക്. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ അവരിങ്ങനെ എടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ അറ്റൻഷനെ ഈ അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ അറ്റൻഷന് വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ട് മാറും. ഒന്ന് പരീക്ഷിച്ചു.